മോർണിംഗ് ഷോയിൽ ഇനി അതിഥിക്കുള്ള സമയമാണ്. ഇന്ന് നമുക്ക് അതിഥിയായി ചേരുന്നത് സിവിൽ സർവീസ് പരീക്ഷയിൽ 15ാം റാങ്ക് നേടിയ എറണാകുളം കലൂർ സ്വദേശി ബി സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥുമായി ഞങ്ങളുടെ പ്രതിനിധി സജു ദേവസ്തി നടത്തിയ അഭിമുഖം കാണാം. അതിലേക്ക്. സിവിൽ സർവീസിൽ 15ാം റാങ്ക് കരസ്ഥമാക്കിയ ബി സിദ്ധാർത്ഥ് നമ്മോടൊപ്പം അതിഥിയായി ചേരുകയാണ്. സിദ്ധാർത്ഥിനോട് തന്നെ ഈ വിജയത്തിൻ്റെ സന്തോഷം എന്താണ് എന്ന് ചോദിച്ചറിയാം. ആദ്യം തന്നെ പ്രത്യേക അഭിനന്ദനങ്ങൾ. 15ാം റാങ്കാണ്, നല്ല നേട്ടം. എങ്ങനെ ആദ്യ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ എങ്ങനെ ഒരു പ്രതികരണം? വളരെ സന്തോഷമുണ്ട്, വളരെ ലക്കിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ബൈ പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. എനിക്ക് തോന്നുന്നു മെയിൻ വിഷയമായിട്ട് എടുത്തത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതിലേക്ക് പൊതുവേ IAS സിവിൽ സർവീസിന് വരുന്നവരുടെ ഒരു മാനവിക വിഷയങ്ങളോടുള്ള ഒരു താല്പര്യമുണ്ട്. ആ ഒരു നിലയ്ക്കാണോ അതല്ല എങ്ങനെ അതിലേക്ക് എത്തി, ആ ഒരു വിഷയം സെലക്ട് ചെയ്യുന്ന നിലയ്ക്ക് എത്തിയത് എങ്ങനെയാണ്? അത് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഫോറിൻ സർവീസാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് അതിനൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് തരുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഇൻ്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് കുറേ കൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ, അതൊക്കെ റീസൺസ് കൊണ്ടാണ് ഞാൻ ശരിക്കും ആ സബ്ജക്റ്റ് എടുത്തത്. ഈ ഫോറിൻ സർവീസ് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു ഇൻ്റർനാഷണൽ റിലേഷൻസ്. പണ്ടേ മുതൽ മൂവീസൊക്കെ കുറേ കാണുമായിരുന്നു. കോൾഡ് വാർ അങ്ങനത്തെ കാര്യങ്ങളെ കുറേ ഫാസിനേറ്റ് ചെയ്തായിരുന്നു പണ്ട്. പിന്നെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഞാൻ ഈ ഇന്ത്യൻ ഫോറിൻ പോളിസി ഡിപ്ലോമസിനെ കുറിച്ച് മനസ്സിലാക്കിയത് 2014 ഞാൻ ഇന്ത്യാസ് വേൾഡ് എന്ന് പറഞ്ഞ ഷോ ആണുമായിരുന്നു രാജ്യസഭ TV-യിൽ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഡിപ്ലോമാറ്റ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ, അതൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ഒരു സെക്കൻഡ് അറ്റംപ്റ്റിലാണ് കിടക്കുന്നത്. ഒരു ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് അതിൽ നേടാൻ കഴിയുന്നില്ല, രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റിലേക്ക് കിടക്കുന്നത്. ആ ഒരു കാര്യം ഒന്ന് പറയാമോ? അതിനെപ്പറ്റി എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ പോയ രീതി വെച്ചിട്ട് എനിക്ക് അറിയാമായിരുന്നു പ്രിലിംസ് കൂടുതൽ അതിൽ നിന്നൊരു പ്രതീക്ഷ കിട്ടില്ല എന്ന്. അപ്പോൾ മീൻസ് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് അറിയാമായിരുന്നു എനിക്ക് കിട്ടാൻ ചാൻസസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ടൈം ഞാൻ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് ഉണ്ടാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത് കുറേയൊക്കെ റെക്ടിഫൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലം കിട്ടി എന്ന് വിചാരിക്കാം. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനും? ഒരുപാട് ആളുകൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ സിവിൽ സർവീസിന് വേണ്ടി അങ്ങനെ താല്പര്യമെടുത്ത് നല്ലതുപോലെ എഫേർട്ട് എടുത്ത് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ടിപ്സ് ഉണ്ടായിരുന്നു? എങ്ങനെയാണ് അതിനോടുള്ള ഒരുക്കങ്ങൾ ഒക്കെ നടത്തിയത്? അങ്ങനെ വ്യത്യസ്തമായിട്ടൊന്നും ചെയ്തില്ല. ഞാൻ ഈ സാധാരണ ടോപ്പേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ബേസിക് ബുക്സാണ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ. ടോപ്പേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ബേസിക് ബുക്സ് ഉണ്ട്. ആ ബുക്സ് എല്ലാം ഞാൻ പഠിച്ചു. പിന്നെ ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് പഠിച്ചത്. ഭയങ്കര എല്ലാ ദിവസവും ഇന്ന ടൈം ടേബിൾ ഇത്ര മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ ഇത്ര നാൾക്കുള്ളിൽ കവർ ചെയ്യണം, അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു പോയിരുന്നത്. അത് ആക്ച്വലി ഒരു നല്ല സ്ട്രാറ്റജി അല്ല. അപ്പോൾ ഇത്തവണ കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്ന റീസൺ അതായിരുന്നു. ഞാനിപ്പോൾ സ്ട്രക്ചേർഡ് ആയിട്ടല്ല പ്രിപ്പയർ ചെയ്തത്. ഭയങ്കര ലാവിഷായിട്ടാണ് ഞാൻ സമയമൊക്കെ എടുത്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ പ്രിപ്പറേഷൻ്റെ ഒരു ഡ്രോബാക്ക് അതായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് അത് അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്തില്ല. അത് അങ്ങനെ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു ഇതാണ്. ഈ ഫോറിൻ സർവീസിലേക്കാണ്, അതിലൊരു പ്രതീക്ഷ എന്താണ്? സാധാരണ നിലയ്ക്ക് പുതിയതായി സിവിൽ സർവീസിലേക്ക് വരുന്നവർക്ക് പ്രൊഫഷനെ പറ്റിയുള്ള വലിയ തോതിലുള്ള മുന്നോട്ടുള്ള കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അതിനെ എങ്ങനെയാണ്, ഫോറിൻ സർവീസിന് എങ്ങനെയാണ്, എന്ത് തരത്തിലുള്ള ഒരു ഇതിലേക്ക് പോകാനുള്ളൊരു താല്പര്യവും പ്രതീക്ഷയൊക്കെയാണ്? ഇപ്പം ഞാനിപ്പോൾ സർവീസ് കയറി നെക്സ്റ്റ് 20-30 ഇയേഴ്സ് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു വളരെ ക്രൂഷ്യൽ പീരീഡാണ്. നമ്മുടെ ഗ്രോത്ത് ഒക്കെ കൂടിയാലും നമ്മുടെ ഇൻ്റർനാഷണൽ ഫുട് പ്രിൻറ്റ് ഭയങ്കരമായിട്ട് കൂടാൻ പോകുന്നൊരു സമയമാണ് നെക്സ്റ്റ് 20-30 ഇയേഴ്സ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ഒരു പാർട്ടാവുക, നമ്മുടെ ലോകത്തിൽ നമ്മുടെ ഫുട് പ്രിൻറ്റ് കൂട്ടാൻ ചെയ്യുന്ന ഒരു ടീമിൻ്റെ പാർട്ടാവുക എന്നുള്ളതിൽ വളരെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ നല്ല രാജ്യങ്ങളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കും. ഈ സ്കൂൾ കാല പഠനവും അന്ന് തന്നെ ഈ സിവിൽ സർവീസിലേക്ക് പോയാൽ കൊള്ളാം, കാരണം ആദ്യം പഠനം കഴിഞ്ഞ് എഞ്ചിനീയറിംഗിലേക്കാണ് പെട്ടെന്ന് പോകുന്നത്, സിവിൽ സർവീസിലേക്ക് പോയാൽ കൊള്ളാം എന്നൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ പഠനകാലത്തൊക്കെ എങ്ങനെയാണ് അതിനെയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? എവിടെയായിരുന്നു പഠനവും കാര്യങ്ങളൊക്കെ? അതും കൂടി ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാവും, പ്രത്യേകിച്ച് യുവാക്കൾക്കും ഇതിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ. എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. 2000 ഞാൻ ജോലി ചെയ്ത് 2 കൊല്ലം കഴിഞ്ഞിട്ട് ആണ് എനിക്ക് ഇതിനകത്തോട്ടൊരു ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ ആക്ച്വലി അങ്ങനെ സിവിൽ സർവീസിനെ ബേസ് ചെയ്ത് ഞാൻ അതുവരെ ലൈഫിലൊരു ഡിസിഷൻ പോലും എടുത്തില്ലായിരുന്നു. ബാക്കിയെല്ലാം ഒരു ട്രഡീഷണൽ എഞ്ചിനീയറിംഗ് MBA അങ്ങനെ ഒരു കരിയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനൊരു ഇൻട്രസ്റ്റ് വന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ ആ ഇൻട്രസ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്ത് അതൊരു കരിയർ ആക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് ആ പ്രോഗ്രാം കണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഡിപ്ലോമാറ്റ്സിനെ മീറ്റ് ചെയ്ത് അവരുടെ ലൈഫ് എക്സ്പീരിയൻസസും അവരുടെ കരിയറിൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് പിന്നെ ഇതൊരു നല്ല ഓപ്ഷനാണല്ലോ, എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു തോന്നൽ വന്ന് അങ്ങനെയാണ് ഞാൻ ക്വിറ്റ് ചെയ്ത് എൻ്റെ
സാധാരണ ഒരു സിവിൽ സർവീസ് നല്ലൊരു റാങ്കൊക്കെ സെക്യൂർ ചെയ്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ സിവിൽ സർവീസിലേക്ക് വരുന്ന ആളുകളുണ്ടല്ലോ, അവരോട് എന്താണ് സിദ്ധാർത്ഥന് എന്താണ് പറയാനുള്ളത്? എൻ്റെ ആപ്പെട്ട സജഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രിപ്പറേഷൻ ഭയങ്കര ഒട്ടും ഡിമാൻഡ്സ് അനുസരിച്ച്, അതായത് എക്സാമിൻ്റെ ഡിമാൻഡ്സ് അനുസരിച്ചല്ല ഞാൻ പ്രിപ്പയർ ചെയ്തത്. എനിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു, അങ്ങനെ ചെന്നപ്പോൾ ശരിയായില്ല. അപ്പോൾ ഇതിന് രണ്ടാമത്തെ തവണ കുറേ കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട സാധനങ്ങൾ കുറേയൊക്കെ പഠിക്കാൻ നോക്കി. അവസാനം കുറേ ഒന്നും പഠിക്കാൻ പറ്റിയില്ല, പക്ഷെ കുറേ സാധനങ്ങളൊക്കെ കവർ ചെയ്തു, പഠിച്ചു. പ്രിപ്പറേഷൻ എത്രയും സിമ്പിളായിട്ട് നിർത്താമോ അതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഈ പഠിക്കുന്ന സാധനങ്ങളിൽ നിന്നൊന്നും ഡയറക്റ്റായിട്ട് ഇപ്പോൾ ചോദ്യം ചോദിക്കുന്ന ഒരു ഇതേ ഇല്ല. എല്ലാം നമ്മുടെ അപ്പത്തെ, നമ്മുടെ ഈ എല്ലാം കൂടെ ഈ നമ്മൾ ഇത്രയും നാൾ ശേഖരിച്ച വിവരങ്ങളൊക്കെ നമുക്ക് എങ്ങനെ അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേറെ ടൈപ്പ് രീതിയിലാണ് ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ പഠിക്കുന്നതായിട്ട് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ചോദ്യങ്ങൾ വരാം. എല്ലാവരും ആപ്ലിക്കേഷൻ ലെവൽ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരു പൊതുവിൽ ഇതിനെപ്പറ്റി, സിവിൽ സർവീസിനെ പറ്റിയുള്ള മുഴുവൻ ഇമേജസും ആ ഒരു ഇൻ്റർവ്യൂവിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എങ്ങനെയാണ്, നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. മോശം ഇൻ്റർവ്യൂ അല്ല എന്നും അറിയാം, അത്ര നല്ല ഇൻ്റർവ്യൂ ആയിരുന്നോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ചെയർമാനായിട്ടൊരു I think 15 minutes ഇൻട്രാക്ഷൻ ഉണ്ട്. ആദ്യത്തെ കുറേ നേരം ചെയർമാനായിട്ടായിരുന്നു അദ്ദേഹം. എനിക്ക് NGOസിന് വേണ്ടി വർക്ക് ചെയ്ത ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിനെക്കുറിച്ച് ചോദിച്ചു. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽസ് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പാനലിസ്റ്റ് ഒന്നും എൻ്റെ അടുത്ത് അധികം ചോദ്യങ്ങൾ ചോദിച്ചില്ല. ചോദിച്ചാണെങ്കിലും ഭയങ്കര ജനറൽ ആയിട്ടുള്ള ഇഷ്യൂസാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഇവരെന്താണ് എന്നെ നിന്ന് അസസ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് സ്ട്രെസ് ഉണ്ടായിരുന്നില്ല, ചാലഞ്ചിങ് ആയിട്ട് അങ്ങനെ വലിയ ചോദ്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്താ നടക്കുന്നത്, എന്താ അവർ എന്നെ അവർക്ക് എന്താ കിട്ടിയെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് വന്നിട്ടില്ല. മാർക്ക് വന്നാലേ എനിക്ക് ഒരു പറയാൻ പറ്റുള്ളൂ എന്താ നല്ല ആയോ അതോ എനിക്ക് മീൻസിൻ്റെ മാർക്ക് കൊണ്ടാണോ കയറിയത്, കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എന്നാലും ഇൻ്റർവ്യൂവിന് ഡീസൻറ്റ് മാർക്സ് എന്തായാലും ഉണ്ടായിരിക്കും. സിവിൽ സർവീസ് അതിൻ്റെ പഠനം അതല്ലാതെയുള്ള മറ്റ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ, കലാപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അതിൽ വലിയ താല്പര്യമുണ്ടോ? ഇതൊഴികെ നമ്മൾ പ്രൊഫഷൻ മാറ്റി നിർത്തിയാൽ എങ്ങനെയാണ്? കോളേജ് ടൈമിൽ ഞാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. ഡ്രാമ, ആക്ടിങ്, സ്ട്രീറ്റ് പ്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇൻ്റർ കോളേജ് കോമ്പറ്റീഷൻസിനൊക്കെ കുറേ പോവുമായിരുന്നു. പിന്നെ അല്ലാണ്ട് ഇപ്പോൾ ഞാൻ സ്വിമ്മ് ചെയ്യാൻ പോവും, ടെന്നീസ് കാണാറുണ്ട്. അങ്ങനെ അത്യാവശ്യം കുറേ ഉണ്ട് ഇങ്ങനെ സമയം കളയാനുള്ള കുറേ ഡോക്യുമെൻ്ററീസ് അല്ലെങ്കിൽ യൂട്യൂബ്. അങ്ങനെ ഈ കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ അതിൽ നിന്നാണോ സംഭവിക്കുന്നത്? അല്ലല്ല, കരിയർ ബിൽഡ് ചെയ്യാൻ അങ്ങനെ ഒരു ഇതില്ല. കരിയർ കുറേ ഫാമിലി സപ്പോർട്ടുണ്ട്. ഇപ്പം ഞാനിങ്ങനെ ജോബ് ക്വിറ്റ് ചെയ്യാന്നൊരു ഡിസിഷൻ എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് ഒരു സെക്കൻഡ് തോട്ട്സ് കൊടുക്കണ്ട, ധൈര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത്, അങ്ങനെ ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ടെൻഷൻ ഇല്ലാണ്ട്. എഞ്ചിനീയറിംഗിന് ശേഷം എത്ര ടൈം എടുത്തു ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും ഇതിനുവേണ്ടി പോകാനും? അത് കഴിഞ്ഞ് ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞു, അങ്ങനെ എത്ര സമയം എടുത്തു? ഞാൻ 2014 നവംബർ ആയപ്പോൾ എൻ്റെ ജോലി ക്വിറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മാസം ചുമ്മാ അടിച്ചു പൊളിച്ചൊക്കെ നടന്നു. 2014 ഡിസംബറിൽ ഞാൻ ഡൽഹിയിലോട്ട് ചെന്ന് കോച്ചിങ് ചേർന്നു. അപ്പോൾ ആക്ച്വലി 2015 ജാനുവരി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ആ 2015 മുഴുവൻ ഇതിൻ്റെ പുറകിലായിരുന്നു. പക്ഷേ മെയിൻസ് കിട്ടിയില്ല. പിന്നെ 2016 പിന്നെ എഴുതി. ആ തവണ മെയിൻസും ഇതെല്ലാം ആയി. ഇപ്പോൾ 2017 ഇപ്പോൾ ഈ 2.5 years മൊത്തം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.